ബോംബെക്കാരി ഗജപോക്കിരി ഏലിയാമ്മ വൈദ്യൻ കുടുംബാംഗമല്ല, മകൻ കള്ളും കഞ്ചാവും. കൊല്ലം തേവലക്കരയിൽ മരുമകളുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായ ഏലിയാമ്മ വൈദ്യൻ കുടുംബാംഗമല്ല എന്ന വെളിപ്പെടുത്തലുമായി ചെറിയാൻ വൈദ്യൻ. വൈദ്യൻ കുടുംബാംഗമായിരുന്ന ബെന്യാമിൻ എന്ന അച്ചായന്റെ രണ്ടാം വിവാഹത്തിലെ ഭാര്യയായിരുന്നു ഏലിയാമ്മയെന്നും അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ വിവാഹമോചനം നേടി ബംഗളൂരുവിൽ മക്കളുടെ അടുത്തേക്ക് പോയി അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി എന്നും വെളിപ്പെടുത്തുകയാണ് കൊല്ലം തേവലക്കര സ്വദേശിയായ ചെറിയാൻ വൈദ്യൻ. ചെറിയാൻ വൈദ്യനാണ്, തേവലക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഇവിടുത്തെ ഒരു പുത്തൻവീട്ടിൽ വൈദ്യൻ കുടുംബയോഗത്തിന്റെ സെക്രട്ടറിയാണ്. അപ്പം നിങ്ങളുടെ ഒരു ന്യൂസ് ചാനലിലൂടെ ഒരു ചെറിയ ഒരു ന്യൂസ് അത് ശരിയായിട്ട് നിങ്ങളത് പറഞ്ഞില്ല. അത് ഈയിടെ ഒരു ടീച്ചർ സ്വന്തം ഭർത്താവിന്റെ അമ്മയെ ഉപദ്രവിക്കുന്ന ഒരു പടം, അതിന്റെ ന്യൂസ് അത് ഞാൻ കണ്ടു. അപ്പൊ അതിനകത്ത് അവര് കൊന്ന് വൈദ്യൻ ഫാമിലിയിൽ പെട്ടതല്ല. അപ്പൊ അതൊന്ന് തിരുത്താൻ വേണ്ടിയാണ് അത്. കാരണം ഇവിടെ വൈദ്യൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 100-200 വീട്ടുകാർ ഇവിടെ തന്നെ ഉണ്ട്, ഇന്ത്യ ഒട്ടുക്കും പുറത്തും ഒക്കെ ഉണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ എനിക്ക് വിളി വരുന്നുണ്ട്, ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ച് കാര്യം പറയണം. അത് ഇത് മാത്രമേ ഉള്ളൂ. അവരെ രണ്ടാമത് വിവാഹമോചനം നേടിക്കഴിഞ്ഞ് രണ്ടാമത് വിവാഹം കഴിച്ചത് ഒരു വൈദ്യൻ ഫാമിലിയിലെ ഒരാളായിരുന്നു. ആ പുള്ളിയും വിവാഹമോചനം നേടിയിരുന്നു. ആരെ? ഈ ലീലാമ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ. ഈ ലീലാമ്മ എന്ന് പറയുന്ന പ്രായമുള്ള അമ്മച്ചിയല്ലേ? പ്രായമുള്ള അമ്മച്ചി. അവര് വൈദ്യൻ ഫാമിലിയിലാണതോ വൈദ്യൻ ഫാമിലിയിലേക്ക് അവരെ വിവാഹം കഴിച്ചോ? അവരെ ഒരു വൈദ്യൻ രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു. അവരുടെ രണ്ടാം വിവാഹമാണോ? രണ്ടാം വിവാഹമാണ്. ആ വിവാഹം പുള്ളി വിവാഹം നേടി പുള്ളി ബാംഗ്ലൂർക്ക് പോയായിരുന്നു. ഏത് ഈ വൈദ്യൻ കുടുംബാംഗമാണോ ഈ ഏലിയാമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ചത്? ഈ ലീലാമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ച ഞങ്ങളുടെ കൊമരന്റെയ്യത്ത് എന്ന് പറയും, കൊമരന്റെയ്യത്തെ ബെന്യാമിൻ അച്ചായൻ എന്ന് പറയും. അപ്പൊ അദ്ദേഹമാണ് രണ്ടാമത് വിവാഹം കഴിച്ചത്. പക്ഷെ പുള്ളിക്കാരി ആള് ഇച്ചിരി പ്രശ്നമായിരുന്നു, യാത്രയിലൊക്കെ ഇച്ചിരി പ്രശ്നമുള്ള ആളായതുകൊണ്ട് പുള്ളിക്കാരി ഉപേക്ഷിക്കുക പുള്ളിക്കാരൻ ചെയ്തത്. പക്ഷെ ഇപ്പോഴും റെക്കോർഡിക്കലി ഈ വൈഫ് ഓഫ് ബെന്യാം ഈ പറയുന്ന പേരാണല്ലോ ഉള്ളത്. പേരാ ഉള്ളത്. പക്ഷെ അത് ബാംഗ്ലൂരിൽ ഇവര് എത്ര നാൾ താമസിച്ചുള്ളതെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടും. അപ്പൊ സത്യാവസ്ഥ ഒന്ന് അന്വേഷിച്ച ശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾ അതെല്ലാം നമുക്ക് അന്വേഷിക്കാം. ഇവരുടെ ഇപ്പൊ റെക്കോർഡിക്കലി ഉള്ള ഇപ്പൊ അവരുടെ ഒഫീഷ്യൽ അവരുടെ റെക്കോർഡ്സിലുള്ളത് പിന്നെ വീണ്ടും നമ്മൾ പോയി ആരോട് അന്വേഷിക്കാനാ? അല്ല, തേവലക്കരയെന്ന് അന്വേഷിക്കുമ്പോൾ അറിയാം ഈ ബെന്യാമിൻ എന്ന് പറഞ്ഞാൽ എത്ര നാൾ കല്യാണം കഴിച്ചു, ഒപ്പം താമസിച്ചു, വിവാഹമോചനം നേടിയോ, അല്ലെങ്കിൽ എത്ര നാളായി. മാത്രമല്ല ഇവര് ആദ്യത്തെ വിവാഹമോചനം എന്തുകൊണ്ടാണ് നേടിയത്, രണ്ടാമത്തെ വിവാഹമോചനം എന്തുകൊണ്ടാണ് നേടിയത് എന്നൊക്കെ അന്വേഷിക്കണം. അപ്പൊ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാവും. അതനുസരിച്ച് നിങ്ങൾ ചാനലിൽ എന്ത് വേണേലും പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഈ ന്യൂസ് കേട്ട ശേഷമുള്ള വെച്ചിട്ട് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ആ കുടുംബാംഗമായ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പൊ പറയുന്നത്. അതെ, എനിക്ക് ഇതിനെപ്പറ്റി എല്ലാം അറിയാം. ഞാൻ തേവലക്കരയിലുള്ളതാണ്, എന്റെ വീട് ഇതിന് അടുത്ത് തന്നെയാണ്. ഞാൻ കുടുംബയോഗ സെക്രട്ടറിയും കൂടെ. അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ ഒത്തിരി പേര് പറഞ്ഞു, ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പൊ പ്രകാശ് കുമാർ എന്റെ ഒരു കസിൻ. ഇവരെ നിങ്ങൾക്ക് പേഴ്സണലി അറിയുമോ, ഈ സ്ത്രീയെയും കുടുംബത്തെയും? ഈ മഞ്ജുവിനെയൊക്കെ അറിയുമോ? മഞ്ജുവിനെ അറിയാം. അത് അവനെന്ന് പറഞ്ഞാൽ ആള് സ്വല്പം മദ്യപാനിയും കഞ്ചാവും ഒക്കെ. ആള് കണ്ടാ അറിയാമല്ലോ, ടി വി തന്നെ കണ്ടാ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിരിക്കുകയും കരയുകയും അങ്ങനെ ഇരിക്കുമ്പം പൊട്ടിക്കരയുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന കണ്ടറിയില്ല. അവന്റെ ആ ഒരു പ്രശ്നം കാരണമാണ് ഇവരിവിടെ വന്ന് ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്നതിന്റെ കാരണം. അല്ലെ, അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വസ്തുക്കളും വകകളും എല്ലാം ഉണ്ട്. അതിപ്പോ വിറ്റ് ഇവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചെറുക്കൻ. ഇവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണോ? അടിമയാണ്. ഭയങ്കര കമ്പനിയുണ്ട്. കമ്പനി എന്ന് പറഞ്ഞാൽ ഇവന് ഇതിനു വേണ്ടിയുള്ള കമ്പനിയാണ്. ഈ മദ്യപിക്കുക, കറങ്ങുക എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. സത്യം പറഞ്ഞാല് ആ കുട്ടി എത്ര നല്ലതോ ചീത്തയോ നല്ല നോക്കേണ്ടത്. ഇവന്റെ സ്വഭാവവും ഈ തള്ളയുടെ സ്വഭാവവും കൂടെ ഒന്ന് നോക്കിയ ശേഷം, ആലോചിച്ച ശേഷം ആ കുട്ടിക്കെതിരെ, ടീച്ചർക്കെതിരെ പറഞ്ഞാലും കുഴപ്പമില്ല. ആ ടീച്ചർക്കെതിരെ എന്ന് പറഞ്ഞാല് ഇവനും ശരിക്കും ഉപദ്രവകാരിയായിരുന്നു, അവളും ശരിക്കും ഉപദ്രവകാരിയായിരുന്നു ഈ അമ്മയ്ക്കെന്ന് പറഞ്ഞാല് ഇവനെ എടുത്തിട്ടിരിക്കാനൊക്കാത്തപ്പം തള്ള എടുത്തിട്ടിരിക്കും. അവള് ചീത്ത പറയാൻ അവന് കിട്ടാത്തപ്പം തള്ളെ പറയും ചീത്ത. ചട്ടുകം വെച്ച് അവനെ പൊള്ളിക്കുകയും അവനെ അടിക്കുകയും അവന്റെ ദേഹത്തെല്ലാം മുറിവും. ശരിക്കും അവള് ബ്ലാക്ക് ബെൽറ്റ് ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള സംഭവം ഉണ്ട്. തിരിച്ചു പോയത് അവിടെ തേവലക്കര ഞങ്ങളുടെ ജംഗ്ഷനിലൂടെ ഓടി, ഈ മാർക്കറ്റിങ്ങിലൂടെ ഓടി വേറൊരു വീട്ടിൽ ചെന്ന് കയറി. ഒരു ദിവസം ഈ പെൺകൊച്ച് ഒരു നൈറ്റി മാത്രം ഇട്ടോണ്ട് അതിനെ കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബേളം വെച്ചോണ്ട് ഓടുക ചെയ്തത്. ആരോടിച്ചിട്ട്? ഇവൻ അന്ന് ഫിറ്റായിരുന്നു, ഭയങ്കര ഫിറ്റായിരുന്നു. അന്ന് അവനെ കണ്ടെടുത്തിട്ട് ഇടിക്കുകയാണ് ചെയ്തു. അപ്പൊ അത് ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാനിത് പറയാൻ കാര്യം, നിങ്ങളുടെ ചാനൽ ഞാൻ എപ്പോഴും കാണുന്നതാണ്. ഞാൻ നിങ്ങളുടെ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് 2-3 യാത്ര കൊണ്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് അതിനകത്ത് തോന്നുന്നത്. അതുകൊണ്ട് വൈദ്യൻ കുടുംബാംഗം അല്ല, വൈദ്യൻ കുടുംബാംഗത്തിലെ ഒരാൾ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വിവാഹമോചനം നേടി. കാരണം അവരുടെ
ജീവിതം പല രീതിയിലായിരുന്നു. അതൊന്നും ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ള യാതൊരു അർഹതയില്ല, അതുകൊണ്ട് ഞാൻ പറയത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തില് ഒരു തിരുത്ത് പക്ഷെ എന്നാൽ ഈ വേണമെന്നാണ് സ്ത്രീ എന്റെ. അവരെ ആ അത്രയും പ്രായമായവരെ എടുത്ത് തള്ളുന്നതും അടിക്കുന്നതും ചവിട്ടുന്നതും എല്ലാം കണ്ടതല്ലേ? അയ്യോ, അത് അവര് സ്വല്പം പ്രശ്നക്കാരിയായിരുന്നു. ഈ മരുമോൾ വന്നു, അവര് പുള്ളിക്കാരിയുടെ പേര് വസ്തു വേണം, വീട് വേണം, പ്രമാണം വേണം, മറ്റേ വേണം. അവനെ ശരിക്കും പണ്ട് മുതലേ ചീറ്റിംഗ് അല്ല, മീൻസ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കും. ഇവനാണെങ്കിൽ ജോലിയൊക്കെയുള്ള പയ്യനായിരുന്നു. ഇവൻ ഈ വെള്ളോടിയും കമ്പനിയും കൂടി എല്ലാം പോയി, എല്ലാം കുത്തുവാളെടുത്ത് ഇവിടെ വന്ന് ഫുൾ ടൈം വീട്ടിലും നാട്ടിലും ഗ്രാമത്തിലൊക്കെ ഇവര് നേരത്തെ എവിടെ ആയിരുന്നു? ഈ പെണ്ണ് ബോംബെയിലായിരുന്നു. ഇവന് ഒരു IT കമ്പനിയിൽ എന്തോ ജോലിയായിരുന്നു, ഈ മെഡിക്കൽ എന്തുവാ ഇപ്പൊ വീട്ടിൽ ട്രാൻസ്ലേഷൻ ഇരുന്ന് അങ്ങനെ എന്തെല്ലോ. ചെയ്യുന്നൊന്നുമില്ല, വെറും വെള്ളോടിയും ചുമ്മാ ഇരിപ്പും മാത്രം. വീട്ടിലിരുന്ന് എന്തൊക്കെയോ ഈ കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്താൽ ഇവൻ ആള് പകുതി കൂടുതലും മദ്യത്തിന് അടിമയാണ്. അവൻ നല്ല പയ്യനായിരുന്നു, സ്മാർട്ടായിരുന്നു. ആ സ്മാർട്ട് പയ്യനെ മദ്യപിക്കാൻ ഇങ്ങനെ കാരണം എന്താണെന്ന് അറിയത്തില്ല. ഇനി കമ്പനിയാണോ അതോ ഇനി പോയ ജോലി സ്ഥലത്തെ ഇതാണോ, IT ഫീൽഡിലാകുമ്പോൾ മദ്യപിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുമല്ലോ. അപ്പൊ അങ്ങനെ വല്ലതും ആണോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഇവന് അമ്മയോട് സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. എന്ത് കാര്യമുണ്ട് അമ്മയെ വിട്ടൊരു കാര്യത്തിനില്ല. പക്ഷെ ഈ ഒരു കാര്യമേ ഉള്ളൂ, ഇപ്പൊ ഇതിങ്ങനെ സംഭവിച്ചപ്പോ എല്ലാവർക്കും അതൊരു ഒരു ഒരു പേടി സ്വപ്നമായി മാറി. കാരണം പ്രായമുള്ളവരെ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെ ഒരിക്കലും ഉപദ്രവിക്കുക എന്നുള്ളത് ഒരിക്കലും നല്ലതല്ല. അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞു അവരുടെ പാസ്റ്റ് എന്തോ അല്ലെ ഒന്നുമല്ല, അത്രയും അത് പ്രായമുള്ളവരെ നമ്മളിപ്പോ എടുത്ത് നോക്കേണ്ട തല്ലി ആവശ്യമില്ല. കൊച്ചുങ്ങളെ കൊണ്ടുപോലുവേ, അത്രയും കുഞ്ഞുങ്ങളെ കൊണ്ടുപോലും അവരെ ഒരിപ്പിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അല്ല, കുഞ്ഞുങ്ങളെ കൊണ്ട് അവള് പറയിച്ചു. എന്റെ പപ്പ ഞങ്ങളെ എന്തോ പീഡിപ്പിക്കാൻ ഒരു വാക്ക് പറഞ്ഞാന്ന്. ഈ പോലീസുകാരോട് പറഞ്ഞ ഡയലോഗാ. പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന്. പീഡിപ്പിക്കാനല്ല, ഞങ്ങളെ എന്തോ അത് ചെയ്യാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ്. അത് കറക്റ്റ് ആയില്ല. പക്ഷെ പിന്നെ അത് എടുത്തു ചോദിച്ചപ്പം ഈ പെണ്ണ് തിരിച്ചു മമ്മി പറയാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും ഭാഗ്യമായി. അല്ലെ അവനകത്ത് പോയനിപ്പം. അല്ല, അവനകത്ത് പോയേനെ, പോക്സോ പ്രകാരം അവനകത്ത് പോയി പ്രശ്നമായിരുന്നു. അതെന്തായാലും ഭാഗ്യമായി. പിന്നെ മാത്രമല്ല, ഇതിനകത്തുള്ള പ്രശ്നം പറഞ്ഞാൽ ഇവര് ഈ മദ്യം, ഈ അമ്മയാണെങ്കിലോ കൺട്രോൾ ഒന്നും ആദ്യമേ ഈ പയ്യനോട് ഏർപ്പെടുത്തിയായിരുന്നെങ്കിൽ ഇവൻ കുഴപ്പമില്ല പോലെ. അപ്പൊ അമ്മയോട് കൺട്രോൾ ചെയ്യാൻ ഇവൻ അടുത്തല്ലായിരുന്നു, ദൂരെ ആയിരുന്നു വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പും ഇപ്പൊ തന്നെ ആ നിൽക്കുന്ന ടിവിയുടെ മുമ്പ് ചാനലിൽ ഗെയിമിൽ നിൽക്കുന്നവരൊക്കെ അവരുടെയൊക്കെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിച്ചാൽ അറിയാം. അവന്റെ ഗ്യാങ്ങിലുള്ളവരെല്ലാം ഒരുവിധം മോചനക്കാരും ഇച്ചിരി മദ്യമൊക്കെ ഒക്കെ ഉള്ളവരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ എന്റെ ഒരു 2-3 പേര് വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് സുൽനാഥിനെ അറിയാമല്ലോ, പുള്ളി പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ നല്ല വ്യക്തികൾ പറയുന്നതുമാണ്, ദൃഢമാകുന്ന കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ വൈദ്യ ഫാമിലിയെ തൊട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വൈദ്യ ഫാമിലി പെട്ടതല്ല. വൈദ്യ ഫാമിലിയിലെ ബെന്യാമിൻ എന്ന് പറഞ്ഞ ആൾ കല്യാണം കഴിച്ചെങ്കിലും ആ വിവാഹ ജീവിതം നീണ്ടുനിന്നില്ല. പുള്ളി അവരെത്ര വർഷം ഒരുമിച്ച് ജീവിച്ചു? അത് കുറച്ച് നാളേ ഉള്ളൂ. അത് പുള്ളി ബാംഗ്ലൂരായിരുന്നു. പുള്ളിക്കാരി അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോരുമായിരുന്നു ഇവിടെ. പിന്നെ പുള്ളിക്കാരി പോയിട്ട് ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള കുടുംബജീവിതം അപ്പൊ നമ്മൾ അങ്ങനെ ഇത് ചെയ്തല്ലോ. അപ്പം വൈദ്യ കുടുംബത്തിലെ ഒരാൾ കല്യാണം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. വൈദ്യൻ ഫാമിലിയാണെന്ന് പറഞ്ഞാൽ നമുക്കതൊരു വിഷമം തോന്നും. ഇന്ന് അവരെ തെളിവെടുക്കാൻ അവിടെ കൊണ്ടുവന്നോ, അതോ ഇന്നലെ ആയിരുന്നോ? ഇന്നലെ ഇനി കൊണ്ടുവരും അവരെ. കാരണം അവരുടെ പേരിൽ 3-4 വകുപ്പുകളുണ്ട്. അപ്പൊ ആ വകുപ്പുകളെല്ലാം ഒരുവിധം കുറച്ച് ഇതുള്ളതാണ്, റിസ്കിയാണ്. അപ്പൊ ഈ ഗാർഹിക പീഡനത്തിൽ തന്നെ ഈ പ്രായമുള്ളവരെ ചെയ്തപ്പോ പുതിയ നിയമം ഉണ്ടാക്കിയായിരുന്നല്ലോ. അപ്പൊ അതിലൊക്കെ അതും ഇവർക്ക് ഈ പെണ്ണ് ബാധകം. പിന്നെ മാത്രമല്ല അവരുടെ അവിടുത്തെ റിപ്പോർട്ടും ഇവിടുത്തെ റിപ്പോർട്ടും അത് പോലീസുകാർ കൊടുത്ത റിപ്പോർട്ടും ഇവർ ഭയങ്കരമായിട്ട് ഇവരെ ഉപദ്രവിച്ചിരുന്നു എന്നും ഒക്കെ ഉണ്ട്. ഈ പെണ്ണിന്റെ വീട് എവിടാ? കായംകുളംകാരിയാ? അവര് നല്ല കാശും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈയിടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. സഹോദരൻ ഈയിടെ എന്തോ മരണപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു. ക്യാൻസർ ഏതാണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി അത്രേ അറിയത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവിതവും. പക്ഷെ ഈ പെണ്ണ് സ്കൂളിൽ നല്ല ടീച്ചറാണ്. കുട്ടികളും സഹാധ്യാപകരും പറയുന്നുണ്ട് യാതൊരു വിധമായ ലക്ഷണവും അവരൊന്നും ജീവിതത്തിൽ കണ്ടിട്ടുമില്ല. ഒന്ന് ചൂടാവുക അല്ലെങ്കിൽ വഴക്കിടുകയും ചെയ്യുന്നില്ല. പിന്നെ ഈ വീട്ടിലെ സംഭവം പലപ്പോഴും ഈ അമ്മയുടെ കാര്യങ്ങൾ വെച്ചിട്ട് കൂടെ ഉള്ള ടീച്ചർമാര് ഒരു തവണ എങ്ങാണ്ട് ആരണ്ട് ചോദിച്ചെന്നാ പറയുന്നത്. അത് കുഴപ്പമില്ല, അപ്പൊ അമ്മയമ്മ വഴക്കാണ്, മരുമോള് വഴക്കാണെന്നുള്ള രീതിയിൽ അങ്ങ് പോവുമായിരുന്നു. ഇപ്പൊ സംഭവിച്ചപ്പോ അവർക്കും ഒരു ഞെട്ടലായി പോയി, സ്കൂളിലെ ടീച്ചർമാർക്കും എല്ലാവർക്കും. ദൃശ്യം വെളി വന്നതോടുകൂടിയാണ് എല്ലാം കഥ മാറിയത് അല്ലേ? അത് ഒരു 1.5 മാസം മുമ്പ്. അതുകൊണ്ട് വേറെ ഒരെണ്ണവും കൂടെ റെക്കോർഡ് ചെയ്തത് അവന്റെ മൊബൈലിൽ കാണുന്നില്ലെന്ന് പറഞ്ഞാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്. അതാന്ന് പറഞ്ഞാല് ഇവര് കഥ അടച്ചിട്ടിട്ട് കയറണ്ടാന്ന് പറഞ്ഞു അമ്മയും മോനും. അപ്പൊ അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇവർക്ക് ദേഷ്യം വരും, ഇപ്പോൾ ആദ്യം ചെയ്യുന്ന പണി തള്ളയെ അങ്ങ് പുറത്താക്കും. എന്നിട്ട് ഇവളോട് മത്സരിക്കാനുള്ള ആരോഗ്യമില്ല, അവൻ ഫിറ്റ് ആയിരിക്കില്ല. അപ്പൊ ഇവൻ ഞാൻ പറഞ്ഞു നിൽക്കത്തേ ഉള്ളൂ.
അപ്പൊ അത് പുറത്ത് പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് തന്നെ അമ്മയുടെ കൂടെ തന്നെ നിൽക്കേണ്ട ഗതികേട് വരുന്നത്. പിന്നെ നാട്ടുകാരിടപെട്ട് അവിടെ ഇവിടെയൊക്കെ പഞ്ചായത്ത് മെമ്പറും പിന്നെ അയൽക്കാരെല്ലാം കൂടെ പിടിച്ച് ഒത്തീർപ്പാക്കിയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഈ പുള്ളിക്കാരിക്കാണെങ്കിൽ സ്വല്പം മറവിയുടെ ഇതുണ്ട്, അൽഷിമേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചിലവൊന്നും വിട്ടു പോകുന്നുണ്ട്. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടായാലും ഓർത്ത് പറയാനും പറ്റുന്നില്ല. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.